السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽബയാൻ ദർസ് പഠിതാക്കളെ, നമ്മളെ ഇപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് തഫ്സീറാണ്. പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ. അതിൽ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് തഫ്സീറുൽ ജലാലൈനി സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകാം. പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണല്ലോ തഫ്സീർ എന്ന് പറഞ്ഞാൽ. ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ഒരു ദൈവിക ഗ്രന്ഥമാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി സൂറത്തുൽ നാസ് വരെയുള്ള അതിന്റെ ഉള്ളിൽ വരുന്ന 30 ജുസിൽ വരുന്ന ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഖുർആൻ ആണെങ്കിലും ഹദീസ് ആണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്താണ്. എന്താണ്? വഹിയാണ്. രണ്ടും ഖുർആൻ ആണെങ്കിലും ഹദീസ് ആണെങ്കിലും വഹിയാണ്. ഖുർആൻ ആകുമ്പോൾ അതിലെ ആശയങ്ങളും അതിലെ പദങ്ങളും ലഫ്ദും മഅനയും അള്ളാഹുവിൽ നിന്നാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആ ഒരു അർത്ഥവും അല്ലെങ്കിൽ അതിന്റെ പദവും അള്ളാഹുവിൽ നിന്നാകുന്നു. ഹദീസ് ആകുമ്പോൾ അതിലെ ആശയം അള്ളാഹുവിൽ നിന്നാവുകയും പദങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാവുകയും ചെയ്യും. ഇതാണ് വ്യത്യാസം. ഏതായാലും പരിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40ാമത്തെ വയസ്സ് മുതൽ 63ാമത്തെ വയസ്സ് വരെ 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ, 30 ജുസുകളിലുള്ള ആ പരിശുദ്ധ ഖുർആനെ കുറിച്ച് കൂടുതൽ പഠനം നടത്താറുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ആയത്താണ്. അങ്ങനെ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സന്ദർഭ സാഹചര്യങ്ങളിൽ പല ആയത്തുകൾ ഇറങ്ങുകയായിരുന്നു. അവസാനമായി ഇറങ്ങിയത് സൂറത്തുൽ ബഖറയിലെ 281ാമത്തെ ആയത്തായ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറഞ്ഞ ആയത്താണ്. ഏതായാലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾക്ക് ഈ ഒരു ഖുർആൻ ഓർഡർ, ആദ്യം ഫാത്തിഹ പിന്നെ ബഖറ, അങ്ങനെ എന്ത് ചെയ്യാം ഓർഡർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഏതായാലും ആ ഓർഡർ പ്രകാരമാണ് ഇപ്പോൾ നമ്മളുടെ ഖുർആൻ ഉള്ളത്. ഇനി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനെ ഓതി കൊടുക്കുകയും നബി തങ്ങൾ അത് സ്വഹാബികൾക്ക് ഖുർആൻ ഓതി കൊടുക്കുകയും പിന്നെ അതിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിലൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ ഈ സ്വഹാബികൾ ശേഷം വരുന്ന താബിഈങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുക്കുകയും അതിന്റെ വിശദീകരണങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നീട് കാലക്രമേണ പല പണ്ഡിതന്മാരും ഈ തഫ്സീറുകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അതിൽ ഒന്നാമത്തെ തഫ്സീറായിട്ട് പറയാറുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തൻവീറുൽ മിഖ്ബാസ് എന്ന് പറഞ്ഞ തഫ്സീറാണ്. റഈസുൽ മുഫസ്സിരീൻ, തഫ്സീർ എഴുതുന്ന ആളുകളുടെ നേതാവായിട്ട് അറിയപ്പെടുന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആന്റെ വിഷയത്തിൽ, അതിന്റെ തഫ്സീറിന്റെ വിഷയത്തിൽ വളരെ അഗ്രഗണ്യനായ ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. പിന്നെ അതിനുശേഷം കുറെ ആളുകൾ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. പല തഫ്സീറുകളും നമുക്ക് ഇസ്ലാമിക് ലൈബ്രറി മറിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ലൈബ്രറിയിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് ധാരാളം തഫ്സീറുകൾ കാണാം. കുറെ ആലിമീങ്ങൾ, മുഫസ്സിരീങ്ങൾ തഫ്സീറുമായി ബന്ധപ്പെട്ട, ഖുർആനുമായി ബന്ധപ്പെട്ട് തഫ്സീർ എഴുതിയ ധാരാളം ആളുകൾ നമുക്ക് കാണാം. പ്രധാനമായ തഫ്സീറാകുന്നു തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു തഫ്സീർ. അതേപോലെ ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുൽ ബൈലാവിന്റെ, അതേപോലെ തഫ്സീർ നസഫിന്റെ, ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീർ എന്ന് പറഞ്ഞ തഫ്സീർ ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ തഫ്സീർ റൂഹുൽ മആനി, റൂഹുൽ ബയാൻ എന്ന് പറഞ്ഞ ധാരാളം തഫ്സീറുകൾ കാണാം. അതിൽപ്പെട്ട ഒരു പ്രധാനമായ തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈനി. വളരെ ചുരുങ്ങിയ തഫ്സീറാകുന്നു. നമ്മൾ ഖുർആന്റെ അർത്ഥങ്ങളും ഏതാനും ചില ചെറിയ കാര്യങ്ങൾ മാത്രം പറയുന്ന തഫ്സീറാകുന്നു തഫ്സീറുൽ ജലാലൈനി. അതാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ജലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തഫ്സീറുൽ ജലാലൈനി എന്ന് പേര് വരാനുള്ള കാരണം തന്നെ എന്താണ്? ജലാലുദ്ദീനുൽ മഹല്ലി, ജലാലുദ്ദീൻ സുയൂത്തി, ഈ രണ്ട് പണ്ഡിതന്മാരും എഴുതിയ കിതാബാകുന്നു. എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് മുതൽ, ഖുർആന്റെ പകുതിയിലാണ് സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരെയും പിന്നെ ഫാത്തിഹയുമാണ് മഹാനായ ജലാലുദ്ദീൻ മഹല്ലി ഇമാം എഴുതിയിട്ടുള്ളത്. എന്നാൽ അത് സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരെയും പിന്നെ ഫാത്തിഹയും, പിന്നെ ഫാത്തിഹ കഴിഞ്ഞ് പിന്നെ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ കഹ്ഫ് വരെ എഴുതാനായിരുന്നു പ്ലാൻ. അങ്ങനെ സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരേക്കും പിന്നെ ഫാത്തിഹയും തഫ്സീർ എഴുതിയപ്പോഴേക്കും ജലാലുദ്ദീൻ മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താവുകയും
ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലഹിയാണ് സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ കഹ്ഫ് വരേക്കും അത് പൂർത്തീകരിക്കുന്നത്. അപ്പൊ നമുക്ക് തഫ്സീറുൽ ജലാലൈനി, അപ്പൊ ജലാലുദ്ദീൻ മഹല്ലിയും ജലാലുദ്ദീൻ സുയൂത്തി രണ്ട് ജലാലുകളാണ് ഇത് എഴുതിയത് കൊണ്ടാണ് തഫ്സീറുൽ ജലാലൈനി എന്ന പേര് ഇതിന് വെക്കാനുള്ള കാരണം. തഫ്സീറുൽ ജലാലൈനി. ജലാലുദ്ദീൻ മഹല്ലി ഹിജറ 791 ജനിക്കുകയും 864 അദ്ദേഹം വഫാത്താകുന്നത്. സുയൂത്തി ഇമാമ് 849 ജനിക്കുകയും 911 വഫാത്താകുന്നത്. എന്നാണ് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട തഫ്സീർ ആകുന്നു ഇത്. ജലാലുദ്ദീൻ അൽ മഹല്ലി കൈറോയില്, ഈജിപ്തിലെ കൈറോയിലെ അൽ മഹല്ലത്തുൽ കുബറ എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തേക്ക് നിസ്ബ ചെയ്തിട്ടാണ് അൽ മഹല്ലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജലാലുദ്ദീൻ സുയൂത്തി, ഈജിപ്തിലെ തന്നെ അസ്യൂത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് നിസ്ബ ചെയ്തിട്ടാണ് സുയൂത്തി എന്ന് പറയുന്നത്. വിശദമായി പഠിക്കാനുള്ളതാണ്. നിങ്ങൾ പറഞ്ഞത് സൂറത്തുൽ കഹ്ഫ് മുതൽ സൂറത്തുൽ നാസ് വരെയും ബക്കറയുമാണ് മഹല്ലി ഇമാം എഴുതിയത്. അതിനുശേഷം സൂറത്തുൽ ബക്കറ മുതൽ കഹ്ഫ് വരെ സുയൂത്തി ഇമാം എഴുതിയതാണ്. ജലാലിനെ നമുക്ക് മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം ആദ്യമായിട്ടുണ്ടാവുക സൂറത്തുൽ ബക്കറയാണ്. സൂറത്തുൽ ഫാത്തിഹ അവസാനത്തെ ഉണ്ടാവുക, ലാസ്റ്റ് പേജിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് തഫ്സീറിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ പല കിതാബുകളിലുമായിട്ട് തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ റാസി ഇമാമിന്റെ തഫ്സീറുൽ കബീർ അല്ലെങ്കിൽ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞ ആ തഫ്സീറിനെ കുറിച്ചൊക്കെ സാധാരണ പറയാറുണ്ട് ഫീഹി കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീർ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം തഫ്സീർ എന്നാൽ ഒരു ആയത്ത് കിട്ടിയാൽ ആ ആയത്തിന്റെ വിശദീകരണം, അതിന്റെ വാക്കർത്ഥങ്ങള്, അതിൽ വരുന്ന മസലകൾ, ഫിഖ്ഹിയായ മസലകൾ, അഖീദപരമായ വിഷയങ്ങൾ, തസൂഫ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ലുഗവിയായ എന്ന് പറഞ്ഞാൽ ഭാഷപരമായ അതിലെ ബലാഗ്, അതിലെ സാഹിത്യം എന്താണ്, അതിലെ നെഹ്വ്, അതിലെ ഗ്രാമർ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ടും വിശദീകരിക്കുന്ന തഫ്സീറുകളാണ് മറ്റു തഫ്സീറുകളൊക്കെ. ഏതായാലും ജലാലൈനി ഞാൻ പറഞ്ഞു വളരെ ചുരുക്കിയിട്ട് വാക്കർത്ഥങ്ങളും ഏതാനും ചില പോയിന്റുകൾ മാത്രം ചുരുക്കിയിട്ട് പറയുന്ന തഫ്സീറാകുന്നു തഫ്സീറുൽ ജലാലൈനി. എന്ന് പറഞ്ഞാൽ ഖുർആന്റെ അത്ര തന്നെ തഫ്സീർ ഉള്ളൂ, കുറച്ചു കൂടുതൽ ഖുർആന്റെ പദങ്ങൾക്ക് കുറച്ചു കൂടുതൽ മാത്രമേ തഫ്സീർ ഉണ്ടാവുകയുള്ളൂ, ബാക്കിയൊക്കെ ആ ഖുർആനെ അത്ര തന്നെ തഫ്സീറുള്ളൂ. തഫ്സീറുൽ ജലാലൈനിയെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് ഇന്നഹു ബഹറുൻ ഫി ഖദർ എന്നാണ്. ഒരു പാത്രത്തിൽ ഉള്ള ഒരു ബഹറാണ്, ഒരു കടലാണ്. സംഭവം ഒരു കടലാണ്. നല്ല പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്, വളരെ പോയിന്റുകളുടെ അല്ലെങ്കിൽ നല്ല ഇൽമിന്റെ ഒരു ബഹറാണ് തഫ്സീറുൽ ജലാലൈനി. പക്ഷെ വളരെ കുറച്ചേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. കാരണം ഒരു പാത്രത്തിലുള്ള കടലാകുന്നു എന്നാണ് തഫ്സീറുൽ ജലാലിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. ആദ്യമായി നമ്മളെ ഖുർആനിലെ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പറയുന്നു. പിന്നെ യാസീൻ, അൽ കഹ്ഫ്, അതുപോലത്തെ ഏതാനും ചില സൂറത്തുകളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട്, അത്തരം സൂറത്തുകളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് തലക്കന്ന് സൂറത്തുൽ ബഖറ മുതലൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യം സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ്. നമ്മൾ ഏത് ഖുർആൻ തുറന്നു നോക്കിയാൽ ഓരോ സൂറത്തിന്റെയും മുകളിൽ നമുക്ക് കാണാം സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ഫാത്തിഹ മക്കിയ, സൂറത്തുൽ ബഖറ മദനിയ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. എന്താണ് മക്കിയ മദനിയ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുകയും 53-ാമത്തെ വയസ്സിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയ ആയത്തുകളെല്ലാം മക്കിയായ ആയത്തുകളായിട്ടാണ് പരിഗണിക്കുക. ആയത്തുകൾ കേട്ടോ, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകൾ മക്കിയായ ആയത്തുകളും ഹിജ്റക്ക് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയ ആയത്തുകളൊക്കെ മദനിയായ ആയത്തായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ ഇതില് ഹിജ്റ പോയതിനു ശേഷം ആ ആയത്ത് പിന്നീട് മക്കയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിയാലും അത് മദനിയായിട്ടാണ് പരിഗണിക്കുക. നമ്മൾ ടൈമാണ് നോക്കുന്നത്, ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും. ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ ആയത്തുകൾ മദനിയായിരിക്കും. അത് ഹിജ്റക്ക് ശേഷമാണ് പിന്നെ ഫത്ഹ് മക്ക നടക്കുന്നത്. ഫത്ഹ് മക്ക നടക്കുന്ന സമയത്ത് മക്കയിൽ വെച്ചിട്ട് ഒരു ആയത്തിറങ്ങിയാലും അത് മദനിയായിട്ടാണ് പരിഗണിക്കുക. കാരണം ഹിജ്റക്ക് ശേഷമാണ് ആ ആയത്തിറങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഒരു സൂറത്ത് മക്കിയാണോ മദനിയാണോ? ആ സൂറത്തിലെ അധിക ആയത്തുകളും മക്കയിൽ ഇറങ്ങിയതാണ് എന്നുണ്ടെങ്കിൽ, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണെന്നുണ്ടെങ്കിൽ ആ സൂറത്ത് മക്കിയായിട്ട് പരിഗണിക്കും. അല്ല എങ്കിൽ സൂറത്ത് മദനിയായിട്ട് പരിഗണിക്കും. പ്രധാനമായൊരു വ്യത്യാസം പറഞ്ഞുതരാം. മക്കിയായ സൂറത്തുകൾ, മക്കിയായ ആയത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളായിരിക്കും അതിൽ കൂടുതൽ ഉണ്ടാവുക. അള്ളാഹു ഒരുവനാണെന്നോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് വരൂ, ഈമാനിലേക്ക് വരൂ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം എന്നുള്ള ഈമാനികരമായിട്ടുള്ള കാര്യങ്ങൾ, അതായിരിക്കും അഖീദപരമായിട്ട് കാര്യങ്ങളായിരിക്കും മക്കിയായ ആയത്തുകൾ കൂടുതൽ ഉണ്ടാവുക. മദനിയായ ആയത്തുകളാകുമ്പോഴാണ് കൂടുതൽ നിയമങ്ങൾ ഉണ്ടാവുക. ഫിഖ്ഹിയായ നിയമങ്ങൾ
കർമ്മശാസ്ത്രപരമായ ഹുക്കുമുകളും നിയമങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുക മദനിയായ ആയത്തുകളിലാണ് ഉണ്ടാവുക. കാരണം എന്താ? മക്കിയായ ആയത്തുകളിൽ അന്ന് മക്കയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് മുമ്പ് രഹസ്യ പ്രബോധനം ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഏതാനും കുറഞ്ഞ ആളുകൾ മാത്രം ഇസ്ലാമിലേക്ക് വന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ആളുകൾ ഇസ്ലാമിലേക്ക് വരിക, അല്ലെങ്കിൽ അള്ളാഹു ഒരുവനാണെന്നും ഈമാനിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. മദീനയിലേക്ക് എത്തിയപ്പോഴും കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും മദീനക്കാർക്ക് ഇസ്ലാം ഉൾക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഇനി ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് ഇസ്ലാമികപരമായിട്ടുള്ള നിയമങ്ങളും പിന്നെ വിധിവിലക്കുകളും അഹ്കാമുകളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതുകൊണ്ട് മദനിയായ ആയത്തുകൾ ധാരാളം ഹുക്കുമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പഠിക്കാനുള്ളതാണ്. ഏതായാലും സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ്. 7 ആയത്തുകളാണ് അതിലുണ്ടാവുക. നമ്മൾ ഖുർആനൊക്കെ മറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 7 ആയത്തുകൾ ഉണ്ടാവും. ഖുർആന് ആയത്തുകൾ നമ്പറിട്ടുണ്ടാവുമല്ലോ, 7 ആയത്തുകൾ ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ആയത്തായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിൽ പെട്ടതാണോ അല്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്ന് മാത്രമല്ല ഓരോ സൂറത്തുകളിന്റെയും തുടക്കത്തിൽ ബിസ്മി ഉണ്ട്, അത് ആ സൂറത്തിൽ പെട്ടതാണോ അല്ല എന്നുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഭിപ്രായ പ്രകാരം എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിലുള്ള ബിസ്മി ആ സൂറത്തിൽ പെട്ടതാകുന്നു എന്നുള്ളതാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായ പ്രകാരം ബിസ്മി ഈ ഫാത്തിഹയിൽ പെട്ടതല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹനഫികളൊക്കെ ചിലപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ നിസ്കാരത്തിലൊക്കെ ചിലപ്പോൾ ബിസ്മി അതായത് വെറും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതാൻ കാരണം ഫാത്തിഹയിൽ പെട്ടതാണ് അല്ല എന്നാണ് അഭിപ്രായം. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിൽ പെട്ടത് ആണ് എന്ന അഭിപ്രായ പ്രകാരം ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നുള്ളത് മൊത്തം ഒരായത്താവുക. അങ്ങനെ 7ാമത്തെ ആയത്താണ് പരിഗണിക്കുക. ചില ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരു ആയത്തായിട്ട് പരിഗണിക്കൂല. ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവര് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് ഒരായത്തും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നുള്ളത് മറ്റൊരായത്തായിട്ടും അവരെന്ത് ചെയ്യും? പരിഗണിക്കും. അങ്ങനെ ആകുമ്പോഴും 7 ആയത്തുകളായിട്ടാണ് അവർക്കും കിട്ടുക. ഏതായാലും സൂറത്തുൽ ഫാത്തിഹ അതിന്റെ അർത്ഥം, ഓരോ വാക്കിന്റെയും അർത്ഥം നമ്മൾ പറയാൻ പോകുന്നത്. അർത്ഥം പറഞ്ഞിട്ട് അതിന്റെ ആശയങ്ങളും അതിലുള്ള കാര്യങ്ങളും നമുക്ക് പറയാം. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഖുർആൻ ഓതുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ആദ്യം അഊദ് ഓതും. അഊദ് ഓതണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ള ആയത്തുണ്ട്. അത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഷൈത്താൻ റജീം ആട്ടിയൊടിക്കപ്പെട്ട ഷൈത്താൻ, ആ ഷൈത്താനിൽ നിന്ന് കാവലിനെ തേടണം എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അപ്പൊ അതടിസ്ഥാനത്തില് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അഊദ് ഓതുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ആട്ടിയൊടിക്കപ്പെട്ട ഷൈത്താനിൽ നിന്ന് അള്ളാഹു നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ ബിസ്മിയിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ് അർത്ഥം. കതബ്തു ബിൽ ഖലമി എന്ന് പറയും, പേന കൊണ്ട് ഞാൻ എഴുതി. അപ്പൊ ബിസ്മി, ഇസ്മു എന്ന് പറഞ്ഞാൽ പേര്, നാമം എന്നർത്ഥം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അത്രയുള്ള ഇത് നമ്മൾ സങ്കല്പിക്കണം. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അപ്പൊ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് നമ്മൾ ഏത് കാര്യം, നല്ല ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മി ചെല്ലണം എന്നുള്ളതാണ്. കുല്ലു ഷൈഇൻ അല്ലെങ്കിൽ കുല്ലു അംരിൻ ദീ ബാലിൻ ലം യുബ്ദഅ ബി ബിസ്മില്ലാഹി ഫഹുവ അഖ്തഉ അല്ലെങ്കിൽ അബ്തറു, അങ്ങനെ പല ഹദീസുകളുണ്ട്. കാരണം ബിസ്മി കൊണ്ട് തുടങ്ങിയ നല്ല ഒരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് വാല് മുറിഞ്ഞതുപോലെയാണ്, കാരണം ബർക്കത്ത് ഉണ്ടാവുകയില്ല എന്ന ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ ചെല്ലണം. അങ്ങനെ ചൊല്ലിയിട്ടില്ലെങ്കിൽ അതിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ എന്നേ ഖുർആനിലുള്ളൂ. അപ്പൊ ഞാൻ തുടങ്ങുന്നു എന്ന് സങ്കല്പിക്കണം. എന്ത് തുടങ്ങുന്നു? നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യം തുടങ്ങുന്നു എന്ന് സങ്കല്പിക്കണം. ഖുർആൻ ഓതാണെങ്കിൽ ബിസ്മില്ലാഹി അഖ്റഉ, അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ഓതാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാണെങ്കിൽ ബിസ്മില്ലാഹി ആക്കുലു, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ബിസ്മില്ലാഹി അമലു, ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ ഏതെങ്കിലും കാര്യം ചെയ്യുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കണം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നാണ്. ഇവിടെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നും അർത്ഥം വെക്കാം, അള്ളാഹു എന്ന നാമം കൊണ്ട് എന്നും അർത്ഥം വെക്കാം. അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഏത് നാമം കൊണ്ട്? ഏത് നാമം കൊണ്ടും ആവാം. 99 പേരുകൾ അള്ളാഹുവിനുണ്ട് എന്ന് കാണാം. ആ 99 നാമം കൊണ്ട് നാം തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അള്ളാഹു എന്ന നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു, എന്താണെങ്കിലും കുഴപ്പമില്ല. ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹു എന്ന നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഇനി ഇതിൽ ഓരോ പദങ്ങളും എന്ന് പറഞ്ഞാൽ ഇസ്മ നമ്മൾ പറയും പേര് എന്ന അർത്ഥം, നാമം എന്നൊക്കെ അർത്ഥം. ബിസ്മില്ലാഹി അള്ളാഹു എന്നുള്ളത് നമ്മൾ ഫിഖ്ഹിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹു എന്നുള്ളത്
ഇലാഹു എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം. അൽ ഇലാഹു എന്ന് പറഞ്ഞാൽ ആ ദൈവം, കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏകനായ അല്ലെങ്കിൽ ലോകരക്ഷിതാവായ ഒരു അള്ളാഹു, അത് നമുക്കറിയാം. ആ അള്ളാഹു അൽ ഇലാഹു എന്നുള്ളത്, അൽ ഇലാഹു എന്നുള്ള ഹംസയെ കളഞ്ഞാൽ അല്ലാഹു എന്നാവുകയും, അൽ ഇലാഹു എന്നുള്ള ഹംസയെ കളയുമ്പോൾ അല്ലാഹു എന്നാവും. അല്ലാഹു എന്നുള്ളതിനെ നമ്മൾ തഫ്ഹീമാക്കുമ്പോൾ അള്ളാഹു എന്ന് പറയുകയും ചെയ്യുന്ന ഈ ജലാലത്തിന്റെ ഇസ്മായ അള്ളാഹു എന്ന പദത്തിലേക്ക് എത്തുന്നതും, ലോകത്ത് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തി, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ആരാണോ അയാൾക്ക് പറയുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്. എങ്കിൽ അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ ആരാധനയുള്ളൂ, അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള ആ ഒരു പദം അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കുന്നത്. ഏതായാലും അതിന് വിശദമായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാനൊക്കെ ഉണ്ട്. ബിസ്മില്ലാഹി അർ റഹ്മാൻ റഹീം. റഹീമ എന്ന് പറഞ്ഞാൽ അർത്ഥം കരുണ ചെയ്യുക എന്നുള്ളതാണ്. റഹീമ, റഹ്മ് എന്ന് പറയും. റഹ്മ് എന്ന് പറഞ്ഞാല് ഗർഭാശയം എന്നാണ് ശരിക്കും അർത്ഥം. സ്ത്രീയുടെ ഗർഭാശയത്തിനാണ് റഹ്മ് എന്ന് പറയാം. എന്താ സ്ത്രീയുടെ ഗർഭാശയം എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ, കരുണയുടെ ഒരു ഉറവിടമാകുന്നു സ്ത്രീയുടെ ഗർഭാശയം എന്നുള്ളത് കൊണ്ടാണ് റഹ്മ് അല്ലെങ്കിൽ റഹിമ എന്ന ഒരു പദത്തിൽ നിന്ന് റഹ്മ് എന്നൊക്കെ പറയാൻ കാരണം. റഹിമ എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യുന്ന എന്നർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കരുണ ചെയ്യുന്ന എന്നർത്ഥം. പക്ഷെ ആ രണ്ട് പദത്തിലും വ്യത്യാസം എന്താ? റഹ്മാൻ എന്ന് പറഞ്ഞുകൊടുത്ത് 5 അക്ഷരങ്ങളുണ്ട്, റഹീം എന്ന് പറഞ്ഞുകൊടുത്ത് 4 അക്ഷരങ്ങളും. അപ്പൊ 5 അക്ഷരങ്ങൾ, അക്ഷരത്തിന്റെ എണ്ണം കൂടുമ്പോൾ അർത്ഥവും കൂടും എന്നുള്ള ഒരു തിയറി അറബി ഭാഷയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു റഹ്മത്ത് നൽകുന്നു. 5 വക്ത് നിസ്കരിക്കുന്ന ആളുകൾക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഒരു വക്ത് നിസ്കരിക്കാത്ത അല്ലെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത കാഫിര്യങ്ങൾക്കും അള്ളാഹു റഹ്മത്ത് നൽകുന്നുണ്ട്. അവർക്ക് പാർപ്പിടം കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വാഹനം കൊടുക്കുന്നു, സൗകര്യങ്ങൾ അള്ളാഹു കൊടുക്കുന്നു. അപ്പൊ ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു റഹ്മത്ത് നൽകുന്നു എന്നാണ് റഹ്മാൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. റഹീം എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെത്തി കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക് മാത്രം അള്ളാഹു റഹ്മത്ത് നൽകുന്ന, അവിടുന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സിറാത്ത് പാലത്തിലൂടെ വേഗതയിൽ പ്രവേശിക്കുന്ന, മഹ്ശറയിൽ തണൽ നൽകുന്ന ഇങ്ങനെയുള്ള റഹ്മത്തുകളൊക്കെ അള്ളാഹു നൽകുക ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക് മാത്രമായിരിക്കും. അപ്പൊ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക് മാത്രം ആഖിറത്തിൽ റഹ്മത്ത് നൽകുന്ന എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആകളിലും ഒക്കെ റഹ്മാൻ അദ്ദുനിയ വൽ ആഖിറ വ റഹീം അൽ ആഖിറ എന്ന് പറയാറുണ്ട്. ദുനിയാവിൽ റഹ്മാനാണ്, ആഖിറത്തിലും റഹ്മാൻ, റഹീം അൽ ആഖിറ, ആഖിറത്തിൽ എന്ത് ചെയ്യുന്നത് റഹീം എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയാറുണ്ട്. ഏതായാലും 7 ആയത്തുകളാണ് നമ്മളെ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. 7 ആയത്തുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ലാസ്റ്റ് പറയാം. രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഹംദ് എന്ന് പറഞ്ഞാൽ, ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ് അർത്ഥം. അൽ ഹംദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സ്തുതി എന്നോ അല്ലെങ്കിൽ സർവസ്തുതിയും എന്നോ എല്ലാ സ്തുതിയും എന്നോ എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം. അൽ ഹംദു ലില്ലാഹി അള്ളാഹുവിനാകുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹി എല്ലാ സ്തുതിയും അള്ളാഹുവിനുള്ളതാകുന്നു. സ്തുതി എന്ന് പറഞ്ഞാല് നല്ലൊരു കാര്യം കൊണ്ട് ഒരാളെ വിശേഷിപ്പിക്കുന്നതിനാണ് സ്തുതിക്കാന്ന് പറയാം. ഒരാൾ നല്ല സൗന്ദര്യമുള്ള ആളാണ്, നല്ല പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ല ഉന്മേഷമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരാളെ വിശേഷിപ്പിക്കുമ്പോഴാണ് സ്തുതി എന്ന് പറയാം. മോശമായി പറഞ്ഞാൽ അതിന് സ്തുതിക്കാന്ന് പറയില്ല. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കാൻ, കാരണം അള്ളാഹുവിൽ എല്ലാ നല്ല വിശേഷങ്ങളും ഉണ്ടായത് കൊണ്ടാണ് അള്ളാഹുവിനെ എല്ലാ സ്തുതിയും സർവസ്തുതിയും അള്ളാഹുവിനെ എന്ന് പറയാനുള്ള കാരണം എന്നുള്ളതാണ്. റബ്ബിൽ ആലമീൻ, എങ്ങനത്തെ അള്ളാഹുവാണ്? റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ. റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലകൻ, രക്ഷിതാവ് എന്നൊക്കെ അർത്ഥം. എന്ത് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറയും, കുട്ടിയുടെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ പേരൻസ്. അത് രക്ഷിതാവ് എന്ന് പറയാൻ കാരണം ആ കുട്ടിയുടെ എല്ലാ അർത്ഥത്തിലും ആ കുട്ടിയെ രക്ഷിക്കുന്ന ആളാണ് രക്ഷിതാവ്. എന്നാൽ അതിനെ മറ്റു പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കുകയും അതിനെ വേണ്ട പോലെ എന്തെയും പരിഗണിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആളാകുന്നു രക്ഷിതാവ്. അതുപോലെ തന്നെ ലോകർ, ആലമീൻ. ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അർത്ഥം. എന്ത് ലോകം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാം ഈ ലോകമായിട്ട് പരിഗണിക്കും. മാസി അള്ളാഹു അല്ലാത്ത ഒക്കെ ആലം. അപ്പൊ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ അള്ളാഹു ആകുന്നു. അള്ളാഹു അല്ലാത്തെന്ന് പറഞ്ഞാൽ മനുഷ്യർ പെട്ടു, ജീവികൾ പെട്ടു, പിന്നെ സസ്യങ്ങൾ പെട്ടു, ഭൂമിയും ആകാശവും പെട്ടു, മലക്കുകൾ പെട്ടു, അമ്പിയ മുർസലിങ്ങൾ പെട്ടു. എല്ലാം ഈ അള്ളാഹു അല്ലാത്ത എന്തൊക്കെ സൃഷ്ടികളുണ്ടോ എല്ലാം അതിനെല്ലാം പരിപാലിക്കുന്നു അള്ളാഹു ആകുന്നു എന്നാണ്.
അപ്പൊ എല്ലാ എന്ത് ചെയ്ത് ലോകരുടെ പരിപാലകനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയാൻ കാരണം, ആ സ്തുതിയുള്ള കാരണം തന്നെയാണ് റബ്ബുൽ ആലമീനായി എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു ഈ ലോകരുടെ എല്ലാവരുടെയും രക്ഷിതാവായി പരിപാലകനായി എന്നുള്ളത് തന്നെയാണ് എല്ലാ സ്തുതിയും അള്ളാഹുവിന് കിട്ടാനുള്ള കാരണം. എങ്ങനത്തെ അള്ളാഹുവാണ്? അർ റഹ്മാൻ റഹീം, റഹ്മാൻ റഹീമുമായ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. മാലിക് യൗമുദ്ദീൻ, എങ്ങനത്തെ അള്ളാഹുവാണ്? യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമ എന്നർത്ഥം. ഖിയാമത്ത് നാളിന്റെ അർഹനായ അല്ലെങ്കിൽ ഖിയാമത്ത് നാളിലെ രാജാവായ അള്ളാഹു. യൗമുദ്ദീൻ എന്ന് പറയും. ദീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ദാന യദീൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നൊക്കെ അർത്ഥം, വിധേയമാവുക എന്നൊക്കെയാണ്. അപ്പൊ മാലിക് യൗമുദ്ദീൻ, ദീനുൽ ഇസ്ലാം എന്ന് പറയും അല്ലെ, ദീൻ മതം എന്ന് പറയും. എന്താ? ഇസ്ലാമിനെ നമ്മൾ വഴിപ്പെടണം, ഇസ്ലാമിന് നമ്മൾ കീഴടങ്ങണം. ഇസ്ലാം എന്തോ പറഞ്ഞു അത് നമ്മൾ അംഗീകരിക്കുന്നു. ഇസ്ലാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യുന്നു. ഇസ്ലാമിലൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പൊ ഇസ്ലാമിന് പരിപൂർണമായിട്ട് നമ്മൾ വഴിപ്പെടുകയാണ്, ഇസ്ലാമിന് നമ്മൾ വിധേയമാവുകയാണ്. അതാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ദീൻ മതം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വഴിപ്പെടുക എന്ന അർത്ഥത്തിൽ. മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ആളുകളും അള്ളാഹുവിന് മുമ്പിൽ വഴിപ്പെടുന്ന വിധേയമാകുന്ന ഒരു ദിവസം. കാരണം അന്ന് ആർക്കും എന്താ പറ്റൂല, അവനാന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? നിൽക്കുക എന്നല്ലാതെ അവിടുന്ന് അങ്ങോട്ട് പോവാനോ ഇങ്ങോട്ട് വരാനോ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും അള്ളാഹുവിൽ വിധേയമായ ഒരു ദിവസമാകുന്നു യൗമുദ്ദീൻ, അല്ലെങ്കിൽ യൗമുൽ ആഖിറ, യൗമുൽ ഖിയാമ എന്നൊക്കെ പറയും. ആ ഒരു ദിവസത്തിന്റെ രാജാവായ അള്ളാഹു മാലിക് യൗമുദ്ദീൻ എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ ശ്രദ്ധിക്കാം, ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു, പിന്നെ അർ റഹ്മാൻ റഹീം മാലിക് യൗമുദ്ദീൻ. സർവസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? അള്ളാഹുവിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. റബ്ബുൽ ആലമീൻ, ലോകരുടെ പരിപാലകനാണ് എന്നുള്ളത്. റഹ്മാനും റഹീമുമാകുന്നു, കരുണാവനും കരുണാനിധിയുമാകുന്നു അള്ളാഹു എന്നും. പിന്നെ മാലിക് യൗമുദ്ദീൻ, അന്ത്യനാളിലെ അർഹൻ, അല്ലെങ്കിൽ അന്ത്യനാളിലെ അതിന്റെ ഒരു ഉടമ അള്ളാഹു മാത്രമാകുന്നു എന്ന കുറെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇയ്യാക നഅ്ബുദു. അപ്പൊ നമ്മൾ പറയണം ഇയ്യാക നഅ്ബുദു, അള്ളാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ. ഇയ്യാക നഅ്ബുദു, നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്നു, ഇബാദത്ത് എന്ന് പറയലോ. നഅ്ബുദുക എന്ന് പറഞ്ഞാൽ നിന്നെ ആരാധിക്കുന്നു എന്നാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാലോ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നർത്ഥം കിട്ടും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നുള്ളതാണ്. ഈ ആയത്ത് വളരെ വിശദമായിട്ട് പറയാനുണ്ട്. കാരണം ഇനി ബാക്കിയുള്ള ആളുകളോട് സഹായം തേടാൻ തവസ്സുൽ ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ, വിശദമായി ചർച്ച ചെയ്യാനുള്ളതാണ്. ഈ ആയത്ത് വെച്ച് മാത്രം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, വേറെ ഔലിയാക്കളോട് സൂഫിയാക്കളോടൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വിശദമായി പഠിക്കാനുള്ളതാണ് ആ വിഷയം. ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹു എന്ന, അല്ലെങ്കിൽ എല്ലാ കഴിവിനും അർഹനായ അള്ളാഹു, അല്ലെങ്കിൽ ഇബാദത്തിന് അർഹനായ അള്ളാഹു, ആ അർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ സഹായം തേടുന്നുള്ളൂ എന്നാണ്. ഇനി അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന, അള്ളാഹുവെ ഞങ്ങളെ വഴി നടത്തണമേ, വഴി കാണിച്ചു തരണമേ. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വഴി നടത്തുക എന്നൊക്കെയാണ്. നമ്മളിപ്പോ ഇവിടുന്ന് മഞ്ചേരിയിലേക്ക് ഒരാൾ എന്ത് ചെയ്യുന്നത്? വഴി ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ഇങ്ങനെ പോയാൽ, നേരെ ഇങ്ങനെ പോയാൽ 10 കിലോമീറ്റർ പോയാൽ മഞ്ചേരിയിൽ എത്തും എന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിനും ഹിദായത്ത് എന്ന് പറയും. അല്ലെങ്കിൽ ഒരാൾ മഞ്ചേരിയിലേക്ക് വഴി ചോദിച്ചാൽ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാം? എന്നാ എന്റെ വണ്ടിയിൽ കയറിക്കോ, ഞാൻ മഞ്ചേരിയിലേക്ക് പോകാന്ന് പറഞ്ഞ് നമ്മൾ അവനെ ഇങ്ങനെ കയറ്റി മഞ്ചേരിയിൽ കൊണ്ടുപോയി അവനെ ഇറക്കി കൊടുത്താൽ അതും ഹിദായത്താണ്. നമ്മൾ അവനെ എത്തിച്ചു കൊടുത്തു. അവിടെ രണ്ടർത്ഥത്തിലാണെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാണ്, ഇഹ്ദിന, അള്ളാഹു ഞങ്ങളെ എത്തിക്കണമേ. അള്ളാഹു നമുക്ക് ഹിദായത്ത് പരിശുദ്ധ ഖുർആനിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികൾ, താബിഈങ്ങൾ, സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, അവരിലൂടെ എല്ലാം നമുക്ക് അള്ളാഹു ഹിദായത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇബാദത്തിലൂടെയും പുണ്യങ്ങളിലൂടെയും നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ ഹിദായത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴിയും അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്, തുറന്നു തന്നിട്ടുണ്ട്. അപ്പൊ ഇഹ്ദിന, അള്ളാഹു ഞങ്ങളെ വഴി നടത്തണമേ. അസ്സിറാത്തുൽ മുസ്തഖീം, സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ. കാമ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്ന് അർത്ഥം. കാമ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിൽക്കുക. എണീറ്റ് നിൽക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുക, നേരെ എണീറ്റ് നിൽക്കുക. അപ്പൊ വളവില്ലാത്ത നേരെ എന്നർത്ഥം. അപ്പൊ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ വഴി, വളവും തിരിവില്ലാതെ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വഴി, പരിശുദ്ധ ഇസ്ലാം കാണിച്ചു തന്ന വഴി, അതാണ് നേരായ വഴി എന്നുള്ളത്. അതിൽ നിന്ന് ഇങ്ങനെ വ്യതിചലിച്ചു പോയാൽ, ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ പിന്നെ അത് സിറാത്തുൽ മുസ്തഖീം ആവുകയില്ല. അപ്പൊ അള്ളാഹുവെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിൽ തന്നെ ഞങ്ങളെ വഴി നടത്തണമേ എന്നുള്ളത്. അപ്പൊ മുസ്ലിമീങ്ങളായ നമ്മളും ഇത് ദുആ ചെയ്യുന്നതിനാണ്. കാരണം മുസ്ലിമായ ഒരാളും ഒരുപക്ഷെ അവന്റെ നടത്തത്തിൽ, അവന്റെ പ്രയാണത്തിൽ എപ്പോഴെങ്കിലും വഴി പിഴച്ചു പോവാം.
പിഴച്ചു പോവാതിരിക്കാൻ വീണ്ടും വീണ്ടും നമ്മൾ ദുആ ചെയ്യുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴി ഞങ്ങളെ വഴി നടത്തണമേ എന്നുള്ളത്. എങ്ങനത്തെ നേരായ വഴിയാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ നിഅമത്തുകൾ ചൊരിഞ്ഞ ആളുകളുണ്ട് അവരുടെ വഴി, നിഅമത്തുകൾ ചൊരിഞ്ഞ ആളുകളുണ്ട് അവരുടെ വഴി ആണ് നേരായ വഴി. ആ വഴിയിൽ ഞങ്ങളെയും വഴി നടത്തണമേ എന്നുള്ളതാണ്. ആരാണ് ഈ എന്ത് ചെയ്യുന്നത്? നിഅമത്തുകൾ ചൊരിഞ്ഞ ആളുകൾ എന്ന് അത് മറ്റൊരു സൂറത്തിൽ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന അല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമായ ആളുകളുണ്ട്, അവർ നടന്ന ഒരു വഴിയുണ്ട്, അതേ വഴിയിൽ ഞങ്ങളെയും വഴി നടത്തണമേ എന്നുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട് എങ്ങനത്തെ വൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, മഗ്ലൂബി അലൈഹിം ളാലീങ്ങളുമായ ആളുകളുടെ വഴിയല്ലാത്ത. ആരാണ് മഗ്ലൂബ് അലൈഹിം എന്ന് പറഞ്ഞാൽ? ജൂതന്മാരാകുന്നു. കാരണം ജൂതന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഗളിബല്ലാഹു അലൈഹിം, അവർക്ക് അള്ളാഹുവിന്റെ ദേഷ്യം പിടിച്ചു പറ്റി എന്ന് ജൂതന്മാരെ കുറിച്ച്, യഹൂദർ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജൂതന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വൈരിൽ മഗ്ലൂബി അലൈഹിം, ഈ മഗ്ലൂബി അലൈഹിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരാകുന്നു, ജൂതന്മാരുടെ വഴിയല്ല. കാരണം ജൂതന്മാർക്ക് എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് ധാരാളം നിഅമത്തുകൾ ചെയ്തതാണ് അള്ളാഹു. പക്ഷെ ആ നിഅമത്തുകളൊന്നും അവരെ നന്ദി കാണിക്കാതെ അതിനോട് നന്ദികേട് കാണിച്ച ആളുകളാകുന്നു ജൂതന്മാർ. ഇപ്പോൾ നമുക്കറിയാം അല്ലെ, ഫലസ്തീനിലെ പിഞ്ചോമനകളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഇസ്രായേലിയൻ, അവരെ കുറിച്ച് സാധാരണ പറയൽ ജൂതന്മാർ എന്നാണ്. കാരണം അത്രത്തോളം ക്രൂരന്മാരായിരുന്നു ജൂതന്മാര്. അപ്പൊ അള്ളാഹുവിന്റെ ദേഷ്യം പിടിച്ചു പറ്റിയ ജൂതന്മാരായ യഹൂദർ അവരുടേതല്ലാത്ത വലദ്ദാലീൻ, ളാലീൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴക്കുക എന്നാണ് അർത്ഥം. വലദ്ദാലീൻ വഴിപിഴച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നസാറ ക്രിസ്ത്യാനികളാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ച് പോന്നിരുന്ന ആളുകൾ പിന്നീട് ഈസാ നബിയെ കൊന്നുവെന്നും അല്ലെങ്കിൽ ഈസാ നബിയെ തൂക്കിലേറ്റി അല്ലെങ്കിൽ കുരിശിലേറ്റി എന്നൊക്കെ പറയുന്ന ആളുകൾ വഴിപിഴച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം തൂക്കിലേറ്റപ്പെടുകയോ കുരിശിലേറ്റപ്പെടുകയോ ചെയ്തിട്ടില്ല. അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയതാണ്. പക്ഷെ ഇവർ അതൊക്കെ വിശ്വസിച്ച് ഇവരാകെ വഴിപിഴക്കുകയും ഇഞ്ചിയിലും കുറെ തെറ്റിത്തിരുത്തലുകൾ മാറ്റിത്തിരുത്തലുകളൊക്കെ വരുത്തി ഇഞ്ചിയിലെ ബൈബിളിലൊക്കെ ആക്കി കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയ അങ്ങനെ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിച്ച മാറിപ്പോയ ആളുകളാകുന്നു ഈ ക്രിസ്ത്യാനികൾ. അപ്പൊ അള്ളാഹു പറയുന്നത് ക്രിസ്ത്യാനികളുടെയും അതേപോലെ തന്നെ ജൂതന്മാരുടെയും വഴികളല്ലാത്ത നേരായ വഴി, ഞാൻ പറഞ്ഞു അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ വഴി, ആ വഴിയിലെയും ഞങ്ങൾ വഴി നടത്തണമേ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ 7 ആയത്ത്. അപ്പൊ ഇത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? വഴി നടത്തണമേ എന്നുള്ള ദുആ ആയതുകൊണ്ട് ആമീൻ എന്ന് നമ്മൾ ദുആയിന്റെ അവസാനം ആമീൻ എന്ന്, ആമീൻ എന്ന് പറഞ്ഞാൽ ഇസ്മു ഫീൽ എന്നാണ്. അറബി ഗ്രാമറിൽ പറയുന്ന അഹ്വലി ഇസ്മു ഫീൽ എന്ന് പറയും. ഇസ്തജിബ്, അള്ളാഹുവെ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അറബിയിൽ അതിന്റെ അർത്ഥം, അള്ളാഹുവെ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്നുള്ളതാണ്. അപ്പോ നമ്മൾ സാധാരണ ദുആയിൽ ആമീൻ പറഞ്ഞൊക്കെ അർത്ഥം എന്താണ്? ഇസ്തജിബ്, അള്ളാഹുവെ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. അങ്ങനെ ഫാത്തിഹ എന്നുള്ളത് ഒരു ദുആ ആണ്. അപ്പൊ ഇതിലൂടെ ഫാത്തിഹയിലൂടെ കുറെ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നുള്ളത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ? അള്ളാഹുവിന്റെ വിശേഷങ്ങൾ പറഞ്ഞു, റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് തന്നെ, റഹ്മാനും റഹീം ആയതുകൊണ്ട് തന്നെ, പിന്നെ അന്ത്യനാളിന്റെ ഉടമയായതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തുന്നു. അള്ളാഹുവിന് സർവ്വസ്തുതിയും, എങ്ങനത്തെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുന്നു. പിന്നെ അതിനുശേഷം അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിനെ എന്നോട് മാത്രമേ ആരാധിക്കുന്നുള്ളൂ, എന്നോട് മാത്രമേ ചോദിക്കാനുള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരോടും ചോദിക്കാനോ വേറെ ആരോടും ഇബാദത്ത് ചെയ്യാനോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യുന്നത്? ദുആ ചെയ്യാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ നല്ല വഴികൾ നടത്തണമേ എന്നുള്ളത്. അപ്പൊ ദുആഇന്റെ ഒരു ഓർഡറാണ്. ആദ്യം എന്ത് ചെയ്യുന്നത്? ഹംദ് അല്ലെങ്കിൽ ബിസ്മി ഹംദൊക്കെ ചൊല്ലിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ഒന്ന് പുകഴ്ത്തിയിട്ട് പിന്നെ അള്ളാഹുവിനോട് കരാർ ചെയ്യാണ്, അള്ളാഹു നിന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, വേറെ ആരെയും ആരാധിക്കുന്നില്ല എന്ന് കരാറൊക്കെ ചെയ്തിട്ട് അള്ളാഹുവെ ഞങ്ങളെ സൽപാന്താവിലേക്ക് ആക്കണമേ എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ വിശേഷങ്ങൾ പറഞ്ഞു, റബ്ബുൽ ആലമീൻ, റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ ഖിയാമത്ത് നാളിന്റെ ഉടമ. അപ്പൊ സജ്ജനങ്ങളായ ആളുകൾ, നന്മ ചെയ്ത ആളുകൾക്ക് അതൊരു പ്രതീക്ഷയാണ്. ആഖിറത്തിൽ എത്തിയാൽ അതിന്റെ ഉടമ ഇതൊക്കെ ആര് കാണുന്നില്ല, അള്ളാഹു കാണുന്നുണ്ട്, ഇതിനൊക്കെ കൂലി അള്ളാഹു നൽകുന്നുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷ. എന്നാലോ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു താക്കീതാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും അള്ളാഹു ആഖിറത്തിൽ ശിക്ഷ നൽകും. കാരണം ആഖിറത്തിലെ ആ യൗമുൽ ഖിയാമയിലെ അള്ളാഹു മാത്രമാണ് അതിന്റെ ഉടമ, അള്ളാഹു മാത്രമാണ് അതിലെ മുൽക്കുള്ളത്. അതാണ് അന്ന് വേറെ സൂറത്തിൽ കാണാം, ഖുൽ യമനിൽ മുൽക്കുൽ യൗം,
ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. പല ആൾക്കാരെങ്കിലും ചോദിക്കും ഇന്നത്തെ രാജാധികാരം ആർക്കാണ്, ഇന്നത്തെ ദിവസം അധികാരം ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ പറയപ്പെടും അള്ളാഹുവിന് മാത്രമാണ് അവിടെ അധികാരമുള്ളത് എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മഹ്ശറിലൊക്കെ അള്ളാഹു മാത്രമേ അധികാരിയുള്ളൂ, വേറെ ആളുകൾ എല്ലാവരും ആ നെട്ടോട്ടം ഓടുമ്പോൾ അവസാനമായിട്ട് 50,000 വർഷം കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽക്കൽ എല്ലാ ആളുകളും വീണിട്ട് അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചോദിക്കുന്ന അവസരമൊക്കെ വിശദമായിട്ട് നമ്മൾ പറയാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ, ഈ സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം പേരുകളുണ്ട്, കാരണം അതിന് കുറെ പ്രത്യേകതകളുണ്ട്, കുറെ ഫضലുകളുണ്ട് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. ഒന്ന് സ്വലാത്ത് എന്ന പേരുണ്ട് അതിന്. എന്നാൽ സ്വലാത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദുആ എന്നാണ്, എന്നാൽ പ്രാർത്ഥന എന്നാണ് വാക്കർത്ഥം. പിന്നെ നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിസ്കാരത്തിൽ ധാരാളം പ്രാർത്ഥനകൾ ഉണ്ടായതുകൊണ്ട് ദുആ ഉണ്ടായതുകൊണ്ട് സ്വലാത്ത് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ സൂറത്തുൽ ഫാത്തിഹക്ക് സ്വലാത്ത് എന്ന പേരുണ്ട്. ഹംദ് എന്ന പേരുണ്ട്, കാരണം അൽഹംദുലില്ലാഹ് തുടങ്ങുന്നതുകൊണ്ട് ഹംദ് എന്ന പേരുണ്ട്. ഉമ്മുൽ കിതാബ് എന്ന് പറയും പേരുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേരുണ്ട്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം പ്രാരംഭം എന്നർത്ഥം, ഫതഹ എന്ന് പറഞ്ഞാൽ തുറക്കുക അല്ലെങ്കിൽ തുടങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഫാത്തിഹത്തുൽ കിതാബ് നമ്മൾ പരിശുദ്ധ ഖുർആന്റെ തുടക്കം, പ്രാരംഭം എന്നർത്ഥത്തിൽ അങ്ങനെ എന്തുണ്ട് പേരുണ്ട്. പിന്നെ മസാനി എന്ന പേരുണ്ട്, സബഉൽ മസാനി എന്നൊക്കെ പറയൽ, ബിഹഖിൽ ഫാത്തിഹ വസബഉൽ മസാനി എന്നൊക്കെ പറയും. സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ സബഉ എന്ന് പറഞ്ഞാൽ 7 ആയത്തുകളുണ്ട്. മസാനി എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് 2 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. മക്കയിൽ വെച്ചും അല്ലെങ്കിൽ മദീനയിൽ വെച്ചും, എന്നാൽ ഹിജറക്ക് മുമ്പ് ഹിജറക്ക് ശേഷവും ഇറങ്ങിയിട്ടുണ്ട്. 2 പ്രാവശ്യം ഇറങ്ങിയത് കൊണ്ട് മസാനി എന്ന പേരും സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഷിഫ എന്ന പേര് ഇതിനുണ്ട്, കാരണം സൂറത്തുൽ ഫാത്തിഹ ഏത് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മാത്രം ആ അസുഖം മാറും എന്നുള്ളത് കൊണ്ട് ഷിഫ എന്ന പേരുണ്ട്. എല്ലാ അസുഖവും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മാറിക്കൊള്ളുന്നില്ല, പക്ഷേ ഒരാളുടെ വിശ്വാസത്തിനനുസരിച്ചാണ്. ഓന് ഏത് അസുഖത്തിനും സൂറത്തുൽ ഫാത്തിഹ മതി എന്ന വിശ്വാസപ്രകാരം സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ മാറും. അതുകൊണ്ട് ഷിഫ എന്ന പേരുണ്ട്. റുഖിയ എന്ന പേരുണ്ട്. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂതുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമുക്ക് എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും മന്ത്രിച്ചൂതിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയോടുകൂടെ മാനസിക സംതൃപ്തി കിട്ടുന്ന ഒരു രീതിയാണ്. അപ്പൊ അതും ആ പേര് റുഖിയ എന്ന പേരുണ്ട്. അസാസ് എന്ന പേരുണ്ട്. അസാസ് എന്ന് പറഞ്ഞാൽ അടിത്തറ എന്നാണ് പേര്. വാഫിയ അല്ലെങ്കിൽ കാഫിയ എന്ന പേരുണ്ട്. ഇനിയും ധാരാളം പേരുകളൊക്കെ സൂറത്തുൽ ഫാത്തിഹ പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നമ്മൾ അർത്ഥങ്ങൾ പഠിച്ചു, അതിന്റെ ആശയങ്ങൾ പഠിച്ചു. ഇനിയും വിശദമായിട്ട് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെയും റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഒരിക്കൽ പറയുകയുണ്ടായി, സൂറത്തുൽ ഫാത്തിഹയുടെ മാത്രം അർത്ഥം അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം ഞാൻ എഴുതുകയാണെങ്കിൽ 70 ഒട്ടകങ്ങൾ ചുമക്കാൻ മാത്രമുള്ള കിതാബുകൾ എഴുതുമായിരുന്നു എന്നൊക്കെ. അത്രയും വിശദമായിട്ട്, കാരണം ഓരോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ബാഇന്റെ അർത്ഥം, സീനിന്റെ അർത്ഥം, മീമിന്റെ അർത്ഥം എന്താണെന്നും, റഹ്മാൻ റഹീം റായിനും ഹായിനും മീമിനും നൂനും ഓരോന്നിനും ഓരോ അർത്ഥവും ഓരോ ഉദ്ദേശവും ഒക്കെ ഉണ്ട്. അതൊക്കെ വിശദമായിട്ട് കിതാബുകളൊക്കെ ഉണ്ട്. നമ്മൾ വളരെ ഷോർട്ടായിട്ട് ജലാലീനെ മാത്രം പഠിക്കുന്നതുകൊണ്ട് ഏതാനും അർത്ഥങ്ങൾ മാത്രം പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ ആയതുകൊണ്ടാണ് വേറെയും കുറെ പോയിന്റുകളും വിശദീകരണമൊക്കെ നമ്മൾ തന്നത്. ഇൻഷാ അല്ലാഹ് ഇനി സൂറത്ത് യാസീനും മറ്റു കാര്യങ്ങളിലേക്ക് മറ്റു സൂറത്തുകളിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ക്ലാസ്സുകളിലും ബാക്കി വിശദീകരണമൊക്കെ നമുക്ക് നൽകാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.